എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫീ പേയ്മെൻറ്റ് നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 5 മണിക്കകം വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപയാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒരു ഫീ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് മോഡിൽ ചലാൻ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലും നല്ലത് ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെ വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്ത ശേഷം ന്യൂ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നു എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫുള്ള് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ്, അതായത് ഈ ഒരു അഡ്മിഷൻ്റെ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ കൺഫേംഡ് ഓഫ് ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് ഓഫ് കൺഫേംഡ് കാറ്റഗറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ കൺഫേംഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ കാണുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ കാരണം നിങ്ങൾ ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പിന്നീട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു കൺഫർമേഷൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടി, അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഓപ്ഷനിലേക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും ചെയ്യേണ്ട കോമൺ ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം. അതായത് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുന്നതിനോ സാധിക്കും. അതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളും അതുപോലെ ഹയർ ഓപ്ഷൻ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ യെസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് എഡിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് സെലക്ട് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അത് കൺഫേം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജിൽ പോവുകയും പുതുതായിട്ട് കിട്ടിയിട്ടുള്ള കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതായിട്ടും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ടെങ്കിലും ഹയർ ഓപ്ഷൻ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് നിലനിർത്താവുന്നതും, എന്നാൽ ആ ഒരു ഹയർ ഓപ്ഷൻ താല്പര്യമില്ല, ഇപ്പോൾ ലഭിച്ച കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ ഹയർ ഓപ്ഷൻസ് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് കൺഫേം ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സും അതുപോലെ അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുന്നതിനും ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓപ്ഷൻ റിമൂവ് ചെയ്യാനും ആവശ്യമെങ്കിൽ ഹയർ ഓപ്ഷൻ മുഴുവനായിട്ട് റിമൂവ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനുമുള്ള അവസരം നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ടതില്ല. ഹയർ ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്. അടുത്ത തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ഓഗസ്റ്റ് 7-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.